Hi, good morning. Good morning, dear friends. Next, we discussed about the reverse journal. Already, we take the class about the memo voucher, that is the suspense accounts, how to input the suspense entries, then post dated optional vouchers. Next one, our reverse journal. What is the use of reverse journal? What is the situation to input these? These are explained there. Use of reversing journals. Reversing journals are special journals that are automatically reversed after the specified date. They exist only till the specified date and are effective only when they are included in reports like the balance sheet and P&L. That is the statutory report. These are used in interim reporting in the course of financial year where accruals are to be reported. The decision makers can find the correct, accurate report and take their decisions. To activate the reversing journals, already we did input in the previous videos. Enables from use of reversing journals and optional vouchers from F11 features accounts. Next, നമുക്ക് ഓൾറെഡി റിവേഴ്സ് ജേണൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ റിവേഴ്സ് എൻട്രീസ് കൊടുക്കുന്നു. ഇപ്പം നമുക്കൊരു പർട്ടിക്കുലർ പീരീഡ് വെച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കണം. ഇയർ എൻഡ് അല്ലാതെ ഹാഫ് ഇയർലിയോ ക്വാർട്ടർലിയോ എടുക്കേണ്ടി വരുമ്പോൾ മന്ത് എൻഡ് റിപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കണം. ചില എക്സ്പെൻസുകൾ അതാത് മാസമായിരിക്കത്തില്ല, അത് മെറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് മന്തിലായിരിക്കും, ഫസ്റ്റ് വീക്കുള്ളിലായിരിക്കും. അപ്പം നമുക്ക് ക്ലോസിങ് പീരീഡിലേക്ക് ബൾക്കായിട്ടുള്ള ചില ലൈബിലിറ്റി കാണും. എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് എൻട്രീസ് ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യേണ്ടത് ആണ് നമ്മൾ റിവേഴ്സിലിട്ട് കാണിക്കുന്നത്. എക്സാമ്പിൾസ് യു ലുക്ക് ദെയർ. പ്രൊവിഷൻസ് ഫോർ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഓർ ഇൻക്ലൂഡിംഗ് ദി ഫോർ മന്ത്ലി റിപ്പോർട്ടിംഗ് വുഡ് ഗീവ് മോർ ആക്യുറേറ്റ് സ്റ്റാറ്റസ്. അതെ, എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ യൂസ്വലി പ്രൊവൈഡ് ഓവർ ദ എൻഡ് ഓഫ് ദ ഇയർ. നമുക്ക് ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ വിത്തിൻ മന്തിനുള്ളിലുള്ള നമുക്ക് ഡിപ്രീസിയേഷൻ സെറ്റ് ചെയ്ത് വെക്കുകയും ഒരു പർട്ടിക്കുലർ സ്പെസിഫൈഡ് പീരീഡിൽ അത് ആക്റ്റീവ് ആവുകയും ചെയ്യണമെങ്കിൽ റിവേഴ്സ് ജേണലിനകത്ത് അപ്ലൈ ടു ദാറ്റ് ഒരു ഡേറ്റ് ചോദിക്കും. ആ ഡേറ്റിൽ നമ്മൾ കൊടുത്താൽ മാത്രമേ ആ പർട്ടിക്കുലർ ഡേറ്റിലേക്ക് അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് അപ്ഡേറ്റ് ആവുകയുള്ളൂ. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു മന്ത് നവംബർ മന്ത് സാലറി ഡ്യൂ ആയി. നവംബർ മന്ത് ഉൾപ്പെടുത്തി നമുക്കൊരു ബാലൻസ് ഷീറ്റും P&L നമ്മുടെ ഡിസിഷൻ മേക്കേഴ്സിന് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടുകളിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എല്ലാ എക്സ്പെൻസുകളും ഉൾപ്പെടുത്തി കൊടുക്കാൻ നമുക്കിപ്പോൾ സാലറീസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. പ്രൊവിഷൻ ഫോർ സാലറീസ് എന്നൊരു അക്കൗണ്ട് ലൈബിലിറ്റി ആയിട്ട് നമുക്ക് എൻട്രി പാസ് ചെയ്ത് കൊടുക്കണം. ആ എൻട്രി നമ്മൾ റിവേഴ്സ് ജേണലിൽ കൊടുക്കുകയും എന്നാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ആ ഡേറ്റ് ആ എൻട്രിയിൽ അപ്ലൈ ടു ദാറ്റ് ഡേറ്റ് ആ ഫീൽഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. സാധാ ഇൻപുട്ട് ചെയ്യുന്നുള്ള ഡേറ്റിൽ ഇൻപുട്ട് ചെയ്തിടുന്നു. അത് ഇന്ന് കഴിഞ്ഞ് നമ്മൾ അപ്ലൈ ഡേറ്റ് കൊടുക്കുന്നു. ആ അപ്ലൈ ഡേറ്റ് ആവുന്ന ദിവസം അത് ഓട്ടോമാറ്റിക് എൻട്രി പാസ് ചെയ്യുകയും ചെയ്യും. അതുവരെ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ വരുത്തതുമില്ല. അങ്ങനെ നമ്മുടെ ഡിസിഷൻ മേക്കേഴ്സിന് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടുകൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യുകയും ചെയ്യാം. അതാണ് നമ്മൾ റിവേഴ്സ് ജേണൽ എടുക്കുന്നത്. റിവേഴ്സ് ജേണൽ റിവൈസ് ചെയ്യേണ്ടുന്നതും അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതും എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പല വീഡിയോയിലായിട്ടത് 1-2 വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് യൂസ് ഓഫ് ഓപ്ഷണൽ വൗച്ചേഴ്സ് നമ്മൾ പ്രാക്ടിക്കൽ എടുത്തു. ഇഫ് യു ഡു നോട്ട് വാണ്ട് ടു ട്രാൻസാക്ഷൻ ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ടു എഫക്ട് ദി അക്കൗണ്ട്സ് യു ക്യാൻ മാർക്ക് ദിസ് ഈസ് ആൻ ഓപ്ഷണൽ വൗച്ചർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പ്രാക്ടിക്കൽ കണ്ടതാണ്. Once the transaction is complete, modify the vouchers and post it as a regular voucher. For example, performer sales invoice. In fact, an optional sales is printed as performer invoice. നമുക്ക് പെർഫോമ ഇൻവോയ്സ് എടുക്കേണ്ട സമയത്ത് നമുക്ക് ഓപ്ഷണൽ വൗച്ചറായിട്ടിട്ട് പെർഫോമ ഇൻവോയ്സ് പ്രിൻ്റ് എടുത്ത് കൊടുക്കും.
Optional vouchers allows you to see impact of transactions without actually posting them. ആക്ച്വലി നമുക്ക് പോസ്റ്റ് ചെയ്യാതെ അതിൻ്റെ ഇമ്പാക്ട് ചെയ്യുന്നിട്ട് നമുക്ക് ഈ ഓപ്ഷണൽ വൗച്ചർ ഉപയോഗിക്കാം. റെഗുലർ ടൈമിൽ അതല്ലേ നമുക്ക് റെഗുലർ വൗച്ചറാക്കി മാറ്റാം. ഓപ്ഷണൽ വൗച്ചേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ സെയിൽസ്. ഫോർ എക്സാമ്പിൾ ക്രിയേറ്റ് എ ന്യൂ വൗച്ചർ ടൈപ്പ്. നമുക്കൊരു വൗച്ചർ ടൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഫോർകാസ്റ്റിംഗ് തിങ്സിന് വേണ്ടി, ഫോർകാസ്റ്റിംഗ് പ്ലാനിങ്ങിന് വേണ്ടി, സെയിൽസ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സെപ്പറേറ്റ് വൗച്ചർ ടൈപ്പ് ഉണ്ടാക്കി അതിനകത്ത് ഇൻപുട്ട് ചെയ്ത് വെക്കാം. റെക്കോർഡ് ഫ്യൂച്ചർ സെയിൽസ് പ്രൊജക്ഷൻസ് യൂസിങ് വൗച്ചർ ടൈപ്പ്, ഏത് ഓപ്ഷണൽ വൗച്ചർ ടൈപ്പ് ഉപയോഗിച്ച്. അതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ഡേ ബുക്ക് അല്ല അക്കൗണ്ട് ബുക്കുകളിലേക്കുള്ള എൻട്രികളല്ല. നമുക്ക് ഒരു ഡിസിഷൻസിന് വേണ്ടിയിട്ടോ പ്ലാനിങ്ങിന് ഫോർകാസ്റ്റിംഗ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് ഓപ്ഷണൽ വൗച്ചറാക്കാം. ഇൻ കേസ് നമ്മൾ പറഞ്ഞ ഇഗ്നേഡ് ആയിട്ടുള്ള നമുക്ക് ഡിസിഷൻ ആയിട്ടുള്ള നമുക്ക് ഏത് പർട്ടിക്കുലർ ലെഡ്ജറിലാണോ ആ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളതെന്ന് അതിൻ്റെ ക്ലാരിഫൈ കിട്ടാത്തിടത്തോളം നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കൊരു ഓപ്ഷണൽ വൗച്ചറാക്കി വയ്ക്കാം. ഇത് കറക്റ്റ് ആക്യുറേറ്റ് ഡേറ്റിൽ കറക്റ്റ് ആക്യുറേറ്റ് എൻട്രി ആകുമ്പോൾ മാത്രം നമ്മൾ സബ്സിഡിയറി ബുക്കുകളിലേക്ക് പാസ് ചെയ്യണമെമ്പോൾ നമുക്ക് റെഗുലർ ആക്കുകയും ചെയ്യാം. അതുവരെ ഓപ്ഷണലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. ഇവിടെ ഇപ്പം നമ്മൾ ഓപ്ഷണൽ വൗച്ചേഴ്സിൻ്റെ യൂസും അത് കഴിഞ്ഞിട്ട് നമുക്ക് റിവേഴ്സ് ജേണൽ എന്താണ് അത് ഇൻപുട്ട് ചെയ്യുന്ന രീതി കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിവേഴ്സ് ജേണലുമാണ് നോക്കിയത്. അപ്പോൾ നോൺ അക്കൗണ്ടിങ് ഫീച്ചേഴ്സായ റിവേഴ്സ് ജേണൽ, മെമ്മോ വൗച്ചേഴ്സ്, ഓപ്ഷണൽ വൗച്ചേഴ്സ്, പോസ്റ്റ് ഡേറ്റഡ് വൗച്ചേഴ്സ് ഇതൊക്കെ നിങ്ങൾ പ്രാക്ടിക്കലായി ചെയ്ത് നോക്കുക. അതോടൊപ്പം അതിൻ്റെ എക്സെപ്ഷൻ റിപ്പോർട്ടുകളോട് എടുത്ത് നോക്കുക. ഗേറ്റ്വേ ടാലി ഡിസ്പ്ലേക്കകത്ത് എക്സെപ്ഷൻ റിപ്പോർട്ട്സ് ഉണ്ട്. ആ എക്സെപ്ഷൻ റിപ്പോർട്ടുകൾ വളരെയധികം റിപ്പോർട്ട്സുകളുണ്ട്. അതിനകത്ത് നിന്ന് നമ്മളെ ഗ്രൂപ്പുകൾ സ്പെസിഫൈ ചെയ്ത് എടുത്ത് നിങ്ങളതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു ബോയ് ആൾ. താങ്ക്സ് ഫോർ ആൾ. ഒരുപാട് വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക, കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുക. കണ്ടിന്യൂസ് ആയി കണ്ടാൽ മാത്രമേ ടാലിയുടെ ഫുൾ വ്യൂസ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. വളരെ ബൃഹത്തായ ഒരു സിസ്റ്റമാണ് ടാലി എന്ന് പറയുന്നത്. എല്ലാ അക്കൗണ്ടിങ് ക്വസ്റ്റനും വരുന്നതാണ്. നമ്മുടെ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നോൺ അക്കൗണ്ടിങ് വൗച്ചേഴ്സാണ്. ഇനി സ്റ്റോക്ക് ജേണൽ വൗച്ചേഴ്സുകളൊക്കെ ഉണ്ട്, അതിൻ്റെ സെറ്റിങ്സുകളുണ്ട്, അതിൻ്റെ റിപ്പോർട്ട്സുകളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോകളിൽ നമുക്കിതെല്ലാം പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.